രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് അതിജീവിതയുടെ മൊഴിയിലുള്ളത്. ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ മുതലെടുത്തെന്നും ആദ്യമായി കണ്ട സമയത്ത് തന്നെ കടന്നുപിടിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും അതിജീവിത പറയുന്നു. രാഹുലിൽ നിന്ന് ഗർഭിണിയായ കാര്യം അറിയിച്ചപ്പോൾ തന്നെ അവഗണിച്ചുവെന്നും മൊഴിയിലുണ്ട്. സാമ്പത്തിക ചൂഷണമെന്ന പരാതിയിലെ ആരോപണത്തിന് തെളിവാകുന്ന ചാറ്റുകളും പുറത്തുവന്നു. പാലക്കാട് MLA-ക്കെതിരായ ആദ്യ കേസിന്റെ കാർബൺ കോപ്പി പോലെ തോന്നും മൂന്നാം കേസ്. റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് ആദ്യം സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു. വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതോടെ ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം നൽകി. ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. നഗ്ന വീഡിയോ പകർത്തി. തടയാൻ ശ്രമിച്ചപ്പോൾ മർദ്ദിച്ചു. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഭീഷണി. ആദ്യ കേസിൽ നിന്ന് വ്യത്യാസമുള്ളത് പുതിയ പരാതിക്കാരിയെ സാമ്പത്തികമായി കൂടി ചൂഷണം ചെയ്തുവെന്ന വിവരമാണ്. പരാതിക്കാരിയുടെ ഈ ആരോപണത്തിന് തെളിവാകുന്ന ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. 3 BHK ഫ്ളാറ്റ് വാങ്ങാൻ രാഹുൽ പണം ചോദിക്കുന്ന വാട്സപ്പ് വിനിമയമാണ് സ്ക്രീൻഷോട്ടിലുള്ളത്. ലൈംഗിക താൽപര്യത്തോടെയും ക്രിമിനൽ ചിന്തയോടെയും പരാതിക്കാരിയെ രാഹുൽ സമീപിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് പരാതിക്കാരി മൊഴിയായി നൽകിയത്. ഒരു റോങ് നമ്പർ കോളിൽ പിടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയുമായി നിരന്തരം ബന്ധപ്പെടുകയും അടുപ്പത്തിലാവുകയും ചെയ്തതെന്ന് പരാതിക്കാരിയുടെ മൊഴിയിലുണ്ട്. വേറൊരു സുഹൃത്തിന് അയച്ച മെസ്സേജ് രാഹുലിന് മാറിപ്പോവുകയായിരുന്നു. അങ്ങനെ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തെങ്കിൽ പോലും തുടർച്ചയായി പലതരത്തിലുള്ള ഗുഡ് മോർണിംഗും ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായി മെസ്സേജ് അയക്കുകയും സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയും വീട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ഭർത്താവും താൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനുശേഷം തങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഭർത്താവിനെ ഉപേക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പലവട്ടം കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്ന് അതിജീവിത പറഞ്ഞെങ്കിലും പൊതുപ്രവർത്തകന്റെ സ്വകാര്യത ഉന്നയിച്ച് കൂടിക്കാഴ്ച ഹോട്ടൽ മുറിയിലേക്ക് മാറ്റിയെന്നാണ് മൊഴി. മുറിയിൽ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നും മൊഴിയിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സബ് ജയിലിലേക്ക് മാറ്റുന്നതിന് മുൻപ് ലൈംഗിക ശേഷി പരിശോധനയ്ക്കും ആവശ്യമെങ്കിൽ DNA പരിശോധന നടത്താനും വേണ്ട സാമ്പിളുകളും ശേഖരിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട.